ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 91 വയസ്സ് തികഞ്ഞ സർവകലാവല്ലഭനായ തൻ്റേടിയായ നീതിമാനായ ഒരു സിനിമാ നടൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ മധുസാർ. ആത്മകഥ എഴുതുവാൻ സാഹചര്യങ്ങൾ ധാരാളമുണ്ടായിട്ടും അതിൻ്റെ സംഭവ പരമ്പരകൾ നിറയെ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും അത് പറ്റില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞ പ്രശസ്ത നടൻ കൂടിയാണ് അദ്ദേഹം എന്ന് ആലോചിക്കണം. ഞാൻ മാധ്യമപ്രവർത്തനം ചെയ്യുമ്പോൾ തന്നെ പല പ്രാവശ്യം ഈ ഒരു ആവശ്യം പറഞ്ഞ് അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: എഴുതുമ്പോൾ എല്ലാം തുറന്ന് എഴുതണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി എഴുതാനും നമ്മളെ പൊങ്ങച്ചം കാണിച്ചെഴുതാനും എളുപ്പമാണ്. അതേ സമയത്ത് നമ്മളെക്കുറിച്ച് സത്യസന്ധമായി എഴുതാൻ, മനുഷ്യനാണ്, തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, തെറ്റുകൾ തോന്നിച്ചിട്ടുണ്ടായിരിക്കാം, അസൂയയും കുശുമ്പും കുന്നാരും ഒക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ തുറന്നു പറയാൻ എത്ര പേരോടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഞാൻ എഴുതുമ്പോൾ പലരെക്കുറിച്ചും എനിക്ക് പരാമർശിക്കേണ്ടിയുണ്ടായിരിക്കും. അതൊന്നും അത്ര സുഖകരമായ കാര്യങ്ങളല്ല. അവർക്ക് സന്തോഷമുണ്ടാവില്ല. അവർ ഞാൻ ഈ വയസ്സുകാലത്ത് ഞാൻ എന്തിനാണ് എൻ്റെ ആത്മകഥ ഈ എഴുതി കുറ്റപ്പെടുത്തുന്നത്? ഇത്തരം ചോദ്യങ്ങളാണ് ആ വലിയ നടനിൽ നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 91 വയസ്സിലും അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. ആത്മകഥ എഴുതുമ്പോൾ ഞങ്ങൾ പലപ്പോഴും അങ്ങനെ എഴുതുകയാണെങ്കിൽ ഏതായിരിക്കും മുൻഗണന കൊടുക്കുക? ഒരു മനുഷ്യന് വ്യക്തി ജീവിതത്തിൽ നിരവധി സംഭവങ്ങളുണ്ടായിരിക്കാം. വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, കരിവാരി തേക്കുന്ന കുറേ സംഭവങ്ങളുണ്ടായിരിക്കാം. അതിലെന്തായിരിക്കുന്നു എങ്കിൽ അങ്ങനെ എഴുതുകയാണെങ്കിൽ അത് മാത്രം ഒരു പുസ്തകമാക്കാലോ എന്നൊക്കെ തമാശ പറയാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മാധ്യമ ജീവിതത്തിൽ 2-3 ഇൻസിഡൻറ്റ്, വളരെ വലിയ ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളതൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഈഗോ അതിലുണ്ടായിരുന്നില്ല. ഞാനൊരു സ്ഥാപനത്തിൻ്റെ ആളാണ്, അദ്ദേഹം സർവകലാവല്ലഭനാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഞാൻ നാനയിൽ അസിസ്റ്റൻ്റ് എഡിറ്ററായി തുടങ്ങിയ അവസരത്തിലാണ് ഈ വാർത്തകൾ പെട്ടെന്ന് കിട്ടണം. അപ്പം അങ്ങനെയാണ്. മാത്രമല്ല, സ്റ്റുഡിയോ ഉടമയാണ്, സംവിധായകനാണ്, നല്ല മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ അത് കോളേജ് ലെക്ചറായിരുന്നു, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച് വന്ന ആളാണ്, ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ആ അവസരത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഈ സംവിധാന സഹായികളും പ്രിയപ്പെട്ട ഒരാൾ പി. ചന്ദ്രകുമാർ ഇദ്ദേഹത്തിൻ്റെ ഒരു മകന് തുല്യമായ സ്നേഹമാണ് പലപ്പോഴും അദ്ദേഹം പകർന്നു കൊടുത്തിട്ടുള്ളത്. ആ ഇടയ്ക്ക് ഒരു ട്രേഡ് യൂണിയൻ നേതാവ്, പേര് ഞാനിപ്പോൾ പറയുന്നില്ല, ഒരു ട്രേഡ് യൂണിയൻ നേതാവ് പറഞ്ഞിരിക്കുന്നു, മധു തൻ്റെ വീട്ടിലെ വേലക്കാരനെ എന്തോ ചെയ്തിട്ടുണ്ട്, ആ ചെറുപ്പക്കാരനിപ്പോൾ ഇല്ല. അത് വലിയ ഇഷ്യൂ ആയി. കാരണം എന്താണ് സംഭവം? മധു എന്ന നടൻ തൻ്റെ വീട്ടിലെ വേലക്കാരനെ കൊന്നു കുഴിച്ച് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ബോഡി പോലും കിട്ടുന്നില്ല എന്നുള്ള പ്രചരണം വന്നു. സ്റ്റുഡിയോ സമരമായി ആകെ. അതായത് ഒരു മനുഷ്യനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് അപമാനിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. ഈ പറഞ്ഞത് കേട്ട് ഇത് സത്യാവസ്ഥയുണ്ട് എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ശരിയാണ്, വേലക്കാരനെ കാണാനില്ല, അത് ശരിയാണ്. പക്ഷേ അതിന് മധുസാറ് ആ ചെറുപ്പക്കാരനെ ദ്രോഹിച്ചു എന്നർത്ഥമില്ലല്ലോ. എങ്കിലും സ്കൂപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ആ വാർത്ത കൊടുത്തു, മധുസാറിൻ്റെ വീട്ടിലെ വേലക്കാരനെ കാണാനില്ല. ആ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓഫീസിൽ കൊണ്ടു ചെന്നപ്പോൾ എന്നോട് തിരിച്ച് ഒരു ചോദ്യം അന്ന് ചോദിച്ചു. കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ചോദിച്ചു. കൃഷ്ണസ്വാമി റെഡ്ഡിയാർ എന്ന് പറഞ്ഞാൽ കേരളചന്ദ് ഗ്രൂപ്പിൻ്റെ ഓൾ ഇൻ ഓളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ഒരു വാർത്തയും നമ്മൾ തെറ്റായി കൊടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന് എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ കേരളത്തിൽ തന്നെ ബേബി ജോൺ കിരീടം വയ്ക്കാത്ത രാജാവാണ് രാഷ്ട്രീയത്തിൽ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണത്. ബേബി ജോൺ പണക്കാരനാണ്, വ്യവസായിയാണ്, എല്ലാം ഉണ്ട്. അദ്ദേഹം ഒരാളെ
കൊന്ന് അരച്ച് കലക്കി കടലിൽ തള്ളി എന്നാണ് പ്രചരണം. സരസൻ, നിങ്ങൾക്ക് സരസൻ കേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതായത് രാഷ്ട്രീയ ഭാവി, ബേബി ജോണിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ശ്രമം. പലരും വിശ്വസിച്ചു കേരള ശബ്ദത്തിൽ അത് ചാർജുള്ളവർ ഈ സരസനെ ബേബി ജോൺ തന്നെ കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ വലിയൊരു ലേഖന പരമ്പര തന്നെ ശരിയാക്കി പൈനിയർന്ന് അടിച്ചു വന്നു. അപ്പോൾ അപ്പോഴാണ് ഈ ആദ്യത്തെ കോപ്പി എടുത്ത് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ കാണുന്നത്. അദ്ദേഹം വല്ലാതായി, പൊട്ടിത്തെറിച്ചു. ഒരിക്കലും ബേബി ഇങ്ങനെ ചെയ്യില്ല, ഇത് എൻ്റെ പത്രത്തിൽ വരേണ്ടതല്ല, എൻ്റെ പ്രസിഡന്റ് വരേണ്ടതല്ല, ഒരു കോപ്പി പോലും പുറത്ത് പോകാൻ പാടില്ല. കാരണം നിങ്ങളിപ്പോൾ എഴുതിയിരിക്കുന്ന നാട്ടുകാരും മറ്റൊരു രാഷ്ട്രീയക്കാരും പറയുന്ന കൊല്ലപ്പെട്ടു എന്ന് സരസൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇതിൻ്റെ വന്ന നഷ്ടം ഞാൻ സഹിക്കാമെന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം സരസൻ ജീവനോടെ തിരിച്ചു വന്നില്ലേ? ആ സരസനെ പോയി ഇൻ്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായെന്ന് ആലോചിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇത് എനിക്കുണ്ടായ അനുഭവം, ബേബി ജോൺ ഉണ്ടായ അനുഭവം എന്ന് ആലോചിക്കണം. എനിക്ക് വേണമെങ്കിൽ അത് കൊടുത്ത് കുറേ കോപ്പി കൂട്ടാമായിരുന്നു, കാശ് സമ്പാദിക്കാമായിരുന്നു, ചെയ്തില്ല. എന്നതുപോലെ ആകരുത് മധുവിൻ്റെ വീട്ടിലെ വേലക്കാരൻ്റെ ഈ കാണാതായ വാർത്ത. ഞങ്ങൾ നല്ല കറക്റ്റ് കാര്യമാണ്, കാണാതെ സത്യമാണ്. പക്ഷേ ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നോ ജീവിച്ചിരിപ്പില്ല എന്നോ നമ്മൾ പറയില്ല, കാണാതായിട്ടുണ്ട്. പക്ഷേ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്നത്. ഞങ്ങൾ അന്വേഷണം തുടർന്നു, കുറേ സമയമെടുത്തു. അവസാനം ഞങ്ങൾക്കൊരു വാർത്ത കിട്ടി, ഈ ചെറുപ്പക്കാരൻ കുറേ ദൂരെ ഒരു പാടത്ത് ഇഷ്ടികക്കളത്തിൽ ഇഷ്ടിക ചുമക്കുന്നുണ്ട് എന്ന രഹസ്യമായ വാർത്ത നമുക്ക് കിട്ടി. വേറൊരു പത്രക്കാർക്ക് കിട്ടിയിട്ടില്ല. അത് ചിലപ്പോൾ കളവായിരിക്കാം. എന്തായാലും അവിടേക്ക് പോകാം എന്ന് വിചാരിച്ച് ഞാനും ഫോട്ടോഗ്രാഫർ കൃഷ്ണൻകുട്ടിയും കൂടി കുറേ ദൂരം, വണ്ടിയൊന്നുമില്ല ഭാഗത്തേക്ക്, ഒരു കാറ് വന്ന് നിർത്തിയാലും പിന്നെയും കിലോമീറ്ററുകൾ പോകേണ്ട സ്ഥലത്തേക്ക് പോയി അവിടെ ഈ ചുടുകട്ടയായി ജോലി ചെയ്യുന്ന ഈ വേലക്കാരനെ ഞാൻ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അയാൾ ഒരിക്കലും മധുസാറിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല ആലോചിക്കണം. അപ്പം ഞങ്ങളപ്പോൾ വേറെ കാര്യം കൂടി ചെയ്തു. ഇയാൾ കട്ട നിൽക്കുന്ന ഫോട്ടോ എടുത്തു, മധുസാറിൻ്റെ ഫോട്ടോ എടുത്തു. ഇത് രണ്ടും കൂടിയാണ് ഞങ്ങൾ കവറടിച്ചതെന്ന് ആലോചിക്കണം. കവറടിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു അപമാനിക്കുന്ന രീതി തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. മധുസാറിന് എന്നോട് പ്രത്യേകിച്ച് ദേഷ്യം തോന്നി, എന്നെ കണ്ടാൽ തട്ടിക്കളയുമെന്ന് വരെ പറഞ്ഞു. അതിൻ്റെ അനുഭവം, ഭയവും നമുക്കുണ്ടായിരുന്നു. സത്യത്തിൽ ഒരു ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ കുൽസിത ബുദ്ധിയിലുണ്ടായ സംഭവമായിരുന്നു ആലോചിക്കണം. അന്ന് ആ രീതിയിൽ തന്നെ എഴുതിയിരുന്നെങ്കിലോ വേലക്കാരൻ തിരിച്ചു വന്നു, മധുസാർ നിരപരാധിയായിരുന്നു. ഇതൊക്കെ ഈ രണ്ട് സംഭവം ഉണ്ടായിരുന്നു ആലോചിക്കണം. ഇത് പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യൻ നല്ല മനുഷ്യൻ തന്നെ സിനിമ കൊണ്ട് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചിട്ടില്ല. പിന്നെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് അദ്ദേഹം സ്വന്തം ജീവശരീരം നോക്കുന്ന ആളാണ്. പറയും, ഞാൻ വരാം, ഞാനൊരു 11 മണിയായിട്ടേ എത്തുള്ളൂ. കാരണം ഞാൻ ഉറങ്ങണം, എൻ്റെ പിന്നെ നന്നായിട്ട് കുളിക്കണം, കുഴമ്പൊക്കെ തേച്ച് കുളിക്കണം. അത് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വരാം എന്നുള്ളത്. അത് ബോധ്യമായിട്ട് എനിക്കറിയാം. ഞാൻ എഴുതിയ ഒരു മെഗാ സീരിയലിൻ്റെ മെയിൻ നടനായിരുന്നു അദ്ദേഹം എന്നാലോചിക്കണം, തിരുവനന്തപുരത്ത്. അപ്പോൾ അദ്ദേഹം വന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ രാത്രി 11-12 മണി വരെ അദ്ദേഹം നിൽക്കുമായിരുന്നു ആലോചിക്കണം. പിന്നെ പണം കുറഞ്ഞാൽ, ഒരു ചെറിയ പ്രൊഡ്യൂസറാണ്, ചെറിയ സംവിധായകനാണ്, കാശ് ഇത്രേ തരാനുള്ളൂ, അത് മതി. ഒരിക്കലും ഇപ്പോഴും എനിക്കറിയാം കുറേ ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്, മധുസാറിനെ സമീപിക്കുമ്പോൾ അദ്ദേഹം എന്ത് പറയുമെന്നറിയില്ല. അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം കഥകൾ കേൾക്കുന്നു, അഭിനയിക്കാമെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, ഇത്രയും സാർ വിചാരിച്ചുള്ള പണം തരാനില്ല, നിങ്ങളുള്ളത് തന്നാൽ മതി, ഞാൻ കണക്ക് അങ്ങനെ കുറേ പേരെ, അതായത് ഓർക്കുമ്പോൾ തോലും നമുക്ക് സന്തോഷം, കുറ്റപ്പെടുത്താനൊന്നുമില്ല എന്നാലോചിക്കണം. അദ്ദേഹത്തിന് വേണമെങ്കിൽ പലരുടെയും കാല് പിടിച്ച് രാഷ്ട്രീയക്കാരെ ചൊറിഞ്ഞ് മുഖസ്തുതി പറഞ്ഞുകൊണ്ട് എന്തെല്ലാം സ്ഥാനമാനങ്ങൾ നേടാമായിരുന്നു. ഇത്രയും വയസ്സിനിടയിൽ ഇത്രയും കഴിവുള്ള, ക്വാളിഫിക്കേഷനുള്ള, വ്യത്യസ്തമായ അഭിനയ പാടവം കാഴ്ചവെച്ച സംവിധാനം, രചന, അഭിനയം, സ്റ്റുഡിയോ ഉടമ, അങ്ങനെ നിരവധി ഉണ്ടായിട്ട് പോലും അദ്ദേഹം എന്തു നേടി?
അദ്ദേഹത്തിന് എന്ത് നൽകി എന്ന് ആലോചിക്കണം. പ്രത്യേകിച്ചൊന്നും ഗവൺമെൻറ്റോ മറ്റു ഉന്നത സ്ഥാനങ്ങളോ ഒക്കെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. കിട്ടണമെങ്കിൽ കിട്ടട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. വൈകി കിട്ടിയ പത്മശ്രീ വാങ്ങരുത് എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞതെന്താ, നമ്മളത് വാങ്ങാതിരിക്കാൻ പാടില്ല. അവർക്ക് ഇപ്പോഴാണ് എനിക്ക് തരാൻ തോന്നിയത്, ഞാൻ വാങ്ങുന്നു, എനിക്കിപ്പോഴേ അതിന് സമയമായുള്ളൂ എന്ന് ഞാനൊന്ന് നിഷേധിച്ചാൽ അത് വേറെ അർത്ഥം വരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യം കിട്ടിയ പത്മശ്രീ തന്നെ വാങ്ങിയത്. കാരണം പത്മശ്രീ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു. പല ജൂനിയേഴ്സിനും അർഹതയില്ലാത്തവർക്കും ഇതൊക്കെ കിട്ടുമെന്ന് കണ്ടപ്പോൾ വിഷമം കൊണ്ടാണ് ഞങ്ങൾ കുറേ പേര് പറഞ്ഞതെന്ന് ആലോചിക്കണം. ഇപ്പോഴും ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് ആലോചിക്കണം. ജീവിക്കുമ്പോഴും സജീവമായ രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങില്ല. അദ്ദേഹം പറയുന്നത് എന്താ, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ 91 വയസ്സായി. ഈ 91 വയസ്സായപ്പോഴും അദ്ദേഹം ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് സജീവമായിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നിരവധി സംഘടനകളുണ്ട്. പക്ഷേ അദ്ദേഹം ഈ സ്വീകരണങ്ങൾക്കോ മറ്റു സമ്മേളനങ്ങൾക്കോ അധികം പോകാറില്ല എന്നാലോചിക്കണം. അതേ സ്ഥാനത്ത് ഞങ്ങൾ ഭരത് മുരളിയുടെ പരിപാടി കൊല്ലത്ത് സംഘടിപ്പിച്ചപ്പോൾ അന്ന് സുരേഷ് ഗോപി BJPയുടെ പക്ഷത്തായിരുന്നു ആലോചിക്കണം. ആ സുരേഷ് ഗോപി ഓടയിൽ നിന്ന് അഭിനയിച്ചതിൻ്റെ 50ാം വാർഷികമായിരിക്കണം. മധുസാറിനെ ഞങ്ങൾ ആദരിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. ഞാനൊരു ഇടതുപക്ഷക്കാരൻ കൂടി ആയതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് ഭയങ്കര വിമർശനം, ഒരിക്കലും സുരേഷ് ഗോപിയെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. അന്ന് ഞങ്ങൾ പറഞ്ഞത്, ഇത് ഞങ്ങൾ ഭരത് മുരളി എന്നുള്ളത് CPIയുടെയോ CPMൻ്റെയോ സംഘടനയല്ല, ഇത് പൊതുവായിട്ട് എല്ലാവരുമുള്ള കാഴ്ചപ്പാടിലാണത്. പിന്നെ 50 വർഷമായതുകൊണ്ടാണ് വിളിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് സമയത്ത് തന്നെ. അപ്പോൾ മധുസാറും ഇവരെല്ലാവരും വളരെ നേരത്തെ വന്നു, വളരെ വൈകി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് അന്ന് പോയെന്ന് അറിയിക്കണം. വളരെ ഹാപ്പിയായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സത്യസന്ധത, നമ്മുടെ പെരുമാറ്റം, ഇതൊക്കെ ഓരോരുത്തരും വിലയിരുത്തുന്നതാണത്. ആ വിലയിരുത്തുമ്പോഴും ഈ 91ാം വയസ്സിലും ഇനി മധുസാറിന് മനസ്സ് അറിഞ്ഞുകൊണ്ട് ഈ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ അർഹിക്കുന്ന സ്ഥാനം ഇനിയെങ്കിലും നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മധുസാറിന് എല്ലാവിധ ആശംസകളും.